ഇനി ഞാൻ എങ്ങനെയാണ് ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഐഡിലിൻ്റെ വിൻഡോ എൻവയറമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒരു സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന് വേണ്ട വാല്യൂ ഓഫ് എക്സ് കീബോർഡിൽ കൂടെ റീഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. ഈ റീഡ് ചെയ്ത വാല്യൂ എന്താണ്, അതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്പർ എന്ന് പറഞ്ഞ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അവസാനം ഇത് കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു. ദാറ്റ് വിൽ റിട്ടേൺ ദി സ്ക്വയർ ഓഫ് ദി വാല്യൂ. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഒന്ന് സ്ക്വയറും മെയിനും. ആദ്യമേ നമ്മൾ ഈ കൺട്രോള് മെയിനിലോട്ട് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നു, മെയിനെ കോൾ ചെയ്യുന്നു. മെയിനെ കോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇഫ് __ നെയിം ഇസ് ഈക്വൽ ടു കോളൻ രണ്ട് __ മെയിൻ __ കോളൻ കോട്സ് കോളൻ മെയിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ബിൽഡിൻ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിനെ കോൾ ചെയ്യും. ഈ കേസിൽ ഇതിനെ ഡിഫൈൻ ചെയ്തതുകൊണ്ട് മെയിനെ കോൾ ചെയ്യുന്നു. മെയിനകത്ത് എന്ത് ചെയ്യുന്നു, അപ്പോൾ കൺട്രോൾ ഇവിടുന്ന് മെയിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ എ നമ്പർ എന്നുള്ളൊരു ഡാറ്റ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. യൂസർ ഒരു ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ആ ഡാറ്റയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആദ്യം സ്ട്രിങ് ആയിട്ടാണ് എടുക്കുന്നത്. ആ സ്ട്രിങ്ങിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്പറിൽ അസൈൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റിസൾട്ട് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് നമ്പർ, അഗെയിൻ എ കോൾ ടു എ ഫംഗ്ഷൻ സ്ക്വയർ. ആ റീഡ് ചെയ്ത നമ്പർ ഇതിനകത്തോട്ട് പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുമ്പോൾ എന്താണ്, റിട്ടേൺ x*x. അപ്പോൾ ഇറ്റ് വിൽ റിട്ടേൺ അതിൻ്റെ സ്ക്വയർ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ റിസൾട്ട് സ്റ്റോർ ചെയ്ത് ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ ദാറ്റ് യൂസസ് എ മെയിൻ ഫംഗ്ഷൻ ആൻഡ് എ സ്ക്വയർ ഫംഗ്ഷൻ. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൻ ഫംഗ്ഷൻ എന്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ സ്ക്വയർ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റ് ആണ്. അപ്പോൾ അതാണ് മെയിൻ ഫംഗ്ഷനിൽ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ ദാറ്റ് ഇലിസ്ട്രേറ്റ്സ് ഹൗ ടു യൂസ് ദി മെയിൻ ഫംഗ്ഷൻ. ഇനി ഇതെങ്ങനെയാണ് ഐഡിൽ എൻവയറമെൻറ്റിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിലിനകത്ത് നമുക്ക് ഷെല്ല് കൂടാതെ തന്നെ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു എഡിറ്റർ പോലെ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കണം, .py എക്സ്റ്റൻഷനിലുള്ള ഒരു ഫയലായിരിക്കണം. എന്നിട്ട് യു ക്യാൻ ടൈപ്പ് ദ ഹോൾ പൈത്തൺ കോഡ് ടുഗദർ ഇൻ എ സിംഗിൾ വിൻഡോ. ആൻഡ് അതിനകത്ത് നമ്മൾ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റൺ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പൈത്തൺ കോഡ് വിൽ ബി ഇൻ്റർപ്രറ്റഡ് ബൈ ദി പൈത്തൺ ഇൻ്റർപ്രറ്റർ. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് മറ്റുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാനും മറ്റുള്ള ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യേണ്ട ആർഗ്യുമെൻറ്റ്സ് റീഡ് ചെയ്യാനും സെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത്രയും കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹായ്, ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻസിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മളിപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ, എ ഫംഗ്ഷൻ പാക്കേജസ് ആൻഡ് അൽഗോരിതം ഇൻ എ ചങ്ക് ഓഫ് കോഡ് ദാറ്റ് യു ക്യാൻ കോൾ ബൈ നെയിം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു അൽഗോരിതം എഴുതുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു അൽഗോരിതം ടു ഫൈൻഡ് ദി റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ആ അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിനെയും നമുക്ക് എന്തായിട്ട് മാറ്റാം, അതിനെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് എഴുതാം. അപ്പം നമ്മൾ അൽഗോരിതത്തിന് പകരം നമുക്കൊരു ഫംഗ്ഷൻ ആ അൽഗോരിതത്തിന് ഇക്വലൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ആ അൽഗോരിതത്തിനകത്ത് ആ അൽഗോരിതത്തിന് ഇൻപുട്ടായിട്ട് വേണ്ട ഡേറ്റകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അതെന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വൺസ് ഇത് ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫംഗ്ഷൻ ഒരു തവണ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് എനി നമ്പർ ഓഫ് ടൈംസ് ആൻഡ് ഡിഫൈൻഡ് വൺസ്. അപ്പോൾ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എവിടെയൊക്കെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യണം അവിടെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഒറ്റ തവണ ഡിഫൈൻ ചെയ്യുക, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എനി നമ്പർ ഓഫ് ടൈംസ്. ആൻഡ് എ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് എനിവെയർ ഇൻ എ പ്രോഗ്രാംസ് കോഡ് ഇൻക്ലൂഡിംഗ് ദ കോഡ് വിത്തിൻ അതർ ഫങ്ഷൻസ്.
അതായത് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതുവാണ്, ഐ എം ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഡിഫൈൻ എ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു കോളൻ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ S1 S2. ഇതിനകത്ത് നമുക്ക് വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം, ബി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, ആൻഡ് യു ക്യാൻ ഡിഫൈൻ ദ ഫംഗ്ഷൻ ബി വിത്തൗട്ട് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ് അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതാം. സോ S3 S4 S5. ഈ S3 S4 S5 എന്ന് പറഞ്ഞാൽ പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. ഇങ്ങനെ നമുക്ക്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഫ്രം എനിവെയർ ഇൻക്ലൂഡിങ് കോഡ് വിത്തിൻ അതർ ഫംഗ്ഷൻസ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കോഡിനുള്ളിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിനകത്ത് പറയുന്നത്. There may be a complex chain of function calls where one function calls another and wait for its results to be returned and so on. ഓക്കെ, ഉദാഹരണത്തിന് ഞാനൊരു എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അതിനകത്ത് നിന്ന് ബി കോൾ ചെയ്യുന്നു, ബിയിൽ നിന്ന് സി കോൾ ചെയ്യുന്നു, സിയിൽ നിന്ന് ഡി കോൾ ചെയ്യുന്നു, അങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. സോ ഒരു ചെയിൻ ഓഫ് ഫംഗ്ഷൻ കോൾസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയും നമുക്ക് എഴുതാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ റിസൾട്ട്സ് കിട്ടിയാൽ മാത്രമേ ബാക്കി അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻസ് എഴുതാം. ഇനി എ ഫംഗ്ഷൻ ക്യാൻ റിസീവ് ഡാറ്റ ഫ്രം ഇറ്റ്സ് കോളർ ബൈ ആർഗ്യുമെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സിനകത്ത് ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ടു നമ്പേഴ്സിന് 2 ആർഗ്യുമെൻറ്റ്സ് ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. When a function is called, any expressions supplied as arguments are first evaluated. Their values are copied to the temporary storage locations named by the parameters in the function definition. ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. I am defining a function. For example, I will just write ഞാനൊരു ചെറിയ കോഡ് എഴുതാൻ പോവാണ്. ജസ്റ്റ് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ a function, say swap x, y. അപ്പോൾ ഈ 2 എക്സും വൈ എന്ന് പറഞ്ഞ 2 ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഞാൻ അതിനകത്ത് എഴുതുന്നു temp is equal to x. ഈ ഫംഗ്ഷനകത്ത് എഴുതുന്ന കാര്യങ്ങളാണ്. x is equal to y and y is equal to temp. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോയിന്റിൽ ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക പൈത്തൺ ഷെല്ലിൽ. ഫോർ എക്സാമ്പിൾ സ്വാപ്പ് ഓഫ് 10, 20. ദിസ് ഈസ് എ ഫംഗ്ഷൻ കോൾ. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിച്ചു? ഈ ഫംഗ്ഷനകത്ത് നമ്മൾ 10ഉം 20ഉം ഏതിലോട്ട് പാസ് ചെയ്തു? എക്സും വൈ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പാസ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് പറയാം, ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ സ്വാപ്പ് ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്യുവാണ്. ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു 10, x1 ഈസ് ഈക്വൽ ടു 10, സേ y1 ഈസ് ഈക്വൽ ടു 20. സ്വാപ്പ് ഞാൻ കോൾ ചെയ്യുകയാണ് x1, y1. ഇങ്ങനെ ഞാൻ ഷെല്ലിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, പൈത്തൺ ഷെല്ലിൽ കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? x1ഉം y1 എന്ന് പറഞ്ഞ 2 വേരിയബിൾ ലൊക്കേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. x1 എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷൻ, അതിനകത്ത് എത്ര വന്നു? 10. y1 എന്ന് പറഞ്ഞ അടുത്ത മെമ്മറി ലൊക്കേഷൻ, y1 എന്ന് പറഞ്ഞ അടുത്ത മെമ്മറി ലൊക്കേഷൻ, അതിനകത്ത് എത്ര വന്നു? 20. ഓക്കെ, ഇനി ഞാൻ സ്വാപ്പ് ഓഫ് x1 y1 കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ x1ലുള്ള 10 ഇതിനകത്ത് കോപ്പി ചെയ്യുന്നു. x എന്ന് പറഞ്ഞ വേറൊരു വേരിയബിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞ വേറൊരു മെമ്മറി ലൊക്കേഷൻ, അതിനകത്തോട്ട് എന്ത് കോപ്പി ചെയ്യുന്നു? 10 കോപ്പി ചെയ്യുന്നു. വൈ എന്ന് പറഞ്ഞ വേറൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിനകത്തോട്ട് 20 കോപ്പി ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്, any expression supplied as arguments, the values are copied to the temporary storage locations named by the parameters in the function definitions. ഈ ഫംഗ്ഷൻ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 2 വേരിയബിളാണ് എക്സ് ആൻഡ് വൈ. അതിലോട്ട് ഏത് കോപ്പി ചെയ്യുന്നു? x1ഉം y1ഉം കോപ്പി ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഈ കാര്യങ്ങളാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, എ ഫംഗ്ഷൻ മേ ഹാവ് 1 or more റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ്.
whose purpose is to terminate the execution of the function and return control to its caller. A return statement may be followed by an expression. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഡിഫൈൻ ഓഡ് എക്സ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് എഴുതുന്നു ഇഫ് എക്സ് മോഡുലോ 2 ഈക്വൽ ടു 0 return 1 else colon return 0. ഇതിനകത്ത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് 2 റിട്ടേൺ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഒരു ഫംഗ്ഷനകത്ത് ഒന്നിൽ കൂടുതലോ റിട്ടേൺസ് ഉപയോഗിക്കാം. റിട്ടേൺ ഇപ്പോൾ എക്സ് മോഡ് 2 0 ആണെന്ന് വിചാരിച്ചാൽ ഈ റിട്ടേൺ 1 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. കൺട്രോൾ എവിടെ പോകും? ഫംഗ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ട് പോകും. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫങ്ഷൻസിനെ നമുക്കൊരു അബ്സ്ട്രാക്ഷൻ മെക്കാനിസമായിട്ട് കാണും. അബ്സ്ട്രാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിളാണ് എലിമിനേറ്റ് റിഡൻഡൻസി. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ പൈത്തണിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഒരു വേരിയബിൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഓക്കെ, ഇതൊരു പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ലൈബ്രറി ഫംഗ്ഷൻ. അത് ഓൾറെഡി അതിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? എവിടെയൊക്കെ ഒരു ഡാറ്റ എൻ്റർ ചെയ്യണോ യു ആർ കോളിംഗ് ദിസ് ഫംഗ്ഷൻ ഇൻപുട്ട്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഡാറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം ഈ ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാം. എവിടെ ഡിഫൈൻ ചെയ്തത് ഒറ്റ തവണയുള്ളൂ. അപ്പോൾ ഒറ്റ തവണ ഡിഫൈൻ ചെയ്യുകയും അത് എപ്പോഴൊക്കെ വേണോ ആ സമയത്ത് നമുക്കതിനെ കോൾ ചെയ്യാനും സാധിക്കും. അതുമൂലം എന്താണ്? ഒരേ കോഡ് തന്നെ പലതവണ എഴുതേണ്ട കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ സമ്മേഷൻ ലോവർ ടു അപ്പർ. അപ്പോൾ 2 നമ്പർ ഇതിന് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു, ലോവർ വാല്യൂവും അപ്പർ വാല്യൂവും. ലോവർ വാല്യൂ മുതൽ അപ്പർ വാല്യൂ വരെയുള്ള ആ നമ്പേഴ്സിൻ്റെ സമ്മ് സീക്വൻസ് ആയിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ഫംഗ്ഷനാണ് സമ്മേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എവിടെയൊക്കെ ഇത് ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓരോ തവണ ഇത് യൂസ് ചെയ്യുമ്പോഴും ഒരൊറ്റ ഡെഫിനിഷൻ ഒറ്റ തവണ ഇത് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഈ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺലി വൺസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എനി നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ എന്താണ്? ഓരോ തവണ നമ്മൾ ഇതേ കോഡ് തന്നെ റീയൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് റിഡൻഡൻസി അവോയ്ഡ് ചെയ്യും. ഒരേ കോഡ് തന്നെ പിന്നെയും എഴുതേണ്ടത് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഫംഗ്ഷൻ എലിമിനേറ്റ് റിഡൻഡൻസി എന്ന് പറയുന്ന പോയിന്റ്. ഈസിയർ മെയിൻ്റനൻസ്. എന്താണ് ഈസിയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, അതിനെന്തെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷനകത്ത് ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ചേഞ്ചസ് വരുത്തണമെങ്കിൽ എന്താണ്? ആ ചേഞ്ചസ് നമ്മൾ ആ ഡെഫിനിഷനകത്ത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഈ കോൾസ് വരുന്നുണ്ടോ, ആ ഫംഗ്ഷൻ കോൾസ് വരുന്നുണ്ടോ, ആ ഡെഫിനിഷൻ ഒറ്റ സ്ഥലത്ത് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഈസിയർ ടു മെയിൻറ്റെയിൻ ആൻഡ് അപ്ഗ്രേഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ഫങ്ഷൻസ് ഹൈഡ് കോംപ്ലക്സിറ്റി. നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അതിന് ഞാൻ ആ പ്രോബ്ലത്തെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. റീഡിങ് ദ വാല്യൂ ഓഫ് ABC ഒരു ഫംഗ്ഷനായിട്ട് എഴുതുന്നു. ഫൈൻഡിങ് ദ റൂട്ട്സ് ഡിസ്ക്രിമിനൻ്റ് ഒരു ഫംഗ്ഷനായിട്ട് എഴുതുന്നു. പിന്നെ കാൽക്കുലേറ്റിംഗ് ദ റൂട്ട്സ് വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതുന്നു. പ്രിൻറ്റിങ് ദ റൂട്ട്സ് വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തെ 4 സബ് പ്രോബ്ലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഫങ്ഷൻസ് ഹൈഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ കോൾ എക്സ്പ്രസ്സസ് ദ ഐഡിയ ഓഫ് എ പ്രോസസ് ടു ദ പ്രോഗ്രാമർ വിത്തൗട്ട് ഫോഴ്സിങ് ഹിം ഓർ ഹെർ ടു ഗോ ത്രൂ ദി കോംപ്ലക്സ് കോഡ് ദാറ്റ് റിയലൈസസ് ദി ഐഡിയ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രോഗ്രാമറിന് അറിയേണ്ട കാര്യമില്ല.
നമുക്ക് wherever it is required we can directly use that function. അതാണ് അതിൻ്റെ വേറൊരു ഗുണം. An algorithm is a general method of solving a class of problems. Algorithm എന്താണെന്ന് പറഞ്ഞു. When you design an algorithm, it should be general enough to provide a solution to many. അപ്പോൾ നമ്മളൊരു അൽഗോരിതം എഴുതുമ്പോൾ അതെന്താണ്, പല രീതിയിലും നമുക്കതിനെ സോൾവ് ചെയ്യാൻ സാധിക്കണം. പല കാര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ദി സം എന്ന് പറഞ്ഞ അപ്പർ ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നേരത്തെ എഴുതി. അത് നമുക്ക് ഏത് തരത്തിൽ ഏത് രണ്ട് നമ്പേഴ്സ് കൊടുത്താലും അതിൻ്റെ ഇടയ്ക്കുള്ള സമ്മ് യൂണിറ്റ് സ്റ്റെപ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് ഇച്ചിരി കൂടെ ജനറൽ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടാതെ എത്ര സ്റ്റെപ്സ് കൗണ്ട് ചെയ്യണം അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് മോർ ജനറൽ. The problem instances are data sent as arguments to the functions. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് പ്രോബ്ലം ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. The parameters or argument names in the function's header behaves like variable waiting to be assigned data whenever the function is called. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള ആർഗ്യുമെൻറ്റിനകത്തോട്ട് ഏത് വാല്യൂ പാസ് ചെയ്യുന്നു, കോൾ ചെയ്യാനായിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് അതിനകത്തോട്ട് കോപ്പി ചെയ്യുന്നു. അത് ദിസ് ഈസ് ജസ്റ്റ് ആസ് അസൈനിങ് ഡാറ്റ വെൻ എവർ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്, അതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. ഇനി ഫംഗ്ഷൻ സപ്പോർട്ട്സ് ഡിവിഷൻ ഓഫ് ലേബർ. ഞാൻ പറയുന്നു ഒരു പ്രോബ്ലത്തെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ഇറ്റ് യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ നമ്മൾ ഇതാണ് ദിസ് ആർ ദ ജനറൽ പോയിന്റ്സ് റിഗാർഡിങ് ദി ഫങ്ഷൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിക്കേഷനെ കുറിച്ചാണ്. എന്താണ് റിക്കേഷൻ എന്നും ആ റിക്കേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും പൈത്തണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ താങ്ക് യു ഓൾ ഓഫ് യു.